ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡയെ കുറിച്ച് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് കാനഡയിൽ ഇപ്പോൾ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്റ്റുഡൻസിന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇൻഫ്ലേഷൻ, എക്കണോമിയുടെ അവസ്ഥ, അങ്ങനെ പലതും. പക്ഷെ ഇപ്പോ ഈ നെഗറ്റീവുകളുടെ ഇടയ്ക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ഒരു 3-4 വീഡിയോസ് മുന്നേ കാനഡയിലെത്തി ബിസിനസ് ചെയ്ത് നല്ല കഠിനാധ്വാനം കൊണ്ട് വിജയിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചായിരുന്നു. നമ്മുടെ ബോബൻ ജെയിംസ്, 3 കാർ ഷോറൂമുള്ള ഒരു മലയാളി. ഇന്ന് ഞാൻ അതേപോലൊരു മലയാളിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ കാനഡയിലെത്തി കുറച്ച് നാളായിട്ട് വിജയിച്ച, സ്വന്തമായി ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ വേറൊരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ജോ മാത്യു എന്ന് പറഞ്ഞു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇത് കിടിലൻ വീട്. ഞാൻ ആദ്യമായിട്ട് സൈഡിലോട്ടൊക്കെ വരുന്നത് കേട്ടോ. ഇത് വീട് വാങ്ങിച്ചിട്ട് 4 വർഷത്തോളാണ്. 4 വർഷത്തോളം ആകുന്നു. നാടോട്? എന്റെ നാട് കോട്ടയം ജില്ലയില് പാല അടുത്ത് ഉഴവൂര് എന്ന സ്ഥലമാണ്. ഉഴവൂര്. കോട്ടയംകാര്. കേരനാരായണന്റെ സ്ഥലം കൂടുതൽ അറിയപ്പെടും. അടിപൊളി. ഇവിടെ വന്നിട്ട്, കാനഡ വന്നിട്ട് ഞാൻ 2000 നവംബർ 1 23 വർഷമാകുന്നു. 23 വർഷം, 2000-ൽ. ഡിഗ്രി കഴിഞ്ഞ് സ്റ്റുഡന്റ് ആയിട്ട് വന്നത് ഇവിടെ? ഞാൻ ആക്ച്വലി വർക്ക് പെർമിറ്റ് വന്നു, പിന്നെ PR ആയി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ ജേണി ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി 20 വർഷത്തേതൊന്നും ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ബേസിക്കലി ഇപ്പം നിങ്ങൾ പലപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി പേര് പോയിട്ടുണ്ടല്ലോ, ആയിരക്കണക്കിന് മലയാളി സ്റ്റുഡൻസ്. അപ്പൊ ഞാൻ വരുമ്പോൾ കാനഡ എവിടെയെന്ന് പോലും അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാനഡ അമേരിക്കയുടെ ഭാഗമാണെന്നല്ലെന്ന് മനസ്സിലായത് കനേഡിയൻ എംബസി പോയപ്പോഴാണ്. ഇവിടെ കാനഡയിൽ ബേസിക്കലി വന്നു സ്നോ നിലത്ത് വീഴുന്ന സാധനം മനസ്സിലായത് കാനഡ വന്നു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ അത് ഇപ്പോഴത്തെ പോലെ യൂട്യൂബോ വീഡിയോസോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്നും ഉള്ള സമയമല്ലല്ലോ. ബേസിക്കലി ഞാൻ $47 കാനഡയിൽ ലാൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നെ അവിടുന്ന് $6.95 ആയിരുന്നു മിനിമം വേജസ്. ജോലി തുടങ്ങി. അതുപോലെ ഇപ്പം ജോലി കിട്ടുന്ന അത്രയും ഇപ്പം ജോലിയെ ബുദ്ധിമുട്ട് പറയുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ അന്ന് അതിലും ബുദ്ധിമുട്ടായിരുന്നു ജോലി കിട്ടാൻ വേണ്ടി. ആ സമയം 2000 എൻഡിലും അല്ലെങ്കിൽ 2001 ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ഞാൻ വന്നൊരു 9 മാസം കഴിഞ്ഞപ്പോഴാണ് 9/11 ഉണ്ടായത്. ടെക് ബബിൾ ഉണ്ടായി. അപ്പം ആ സമയത്ത് ഒരു മേജർ ഡിപ്രഷനും അല്ലെങ്കിൽ റിസഷനൊക്കെ പോകേണ്ട സമയമായിരുന്നു. പലതരം ജോലികൾ ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറന്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാക്ടറികൾ വർക്ക് ചെയ്തിട്ടുണ്ട്, തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്ലെയിംസ് കമ്പനി ജോലി കിട്ടി. അപ്പോൾ 2004 ആയപ്പോഴത്തേക്കും, അപ്പൊ 2003 നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, നല്ല ജോലി കിട്ടി, കമ്പനി വണ്ടി കിട്ടി, ലൈഫ് ഈസ് ഹാപ്പി. അന്ന് ബാച്ചിലറാണ്, വലിയ ചെലവ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ബേസ്മെന്റ് താമസിക്കുന്ന സമയമാണ്. അപ്പം 2004 ആയപ്പോഴത്തേക്ക് എനിക്കൊരു റിയലൈസേഷൻ വന്നു. ദ ഡേ ഐ ഗെറ്റ് മാരീഡ് ആൻഡ് ഹാവ് ചിൽഡ്രൻ ആൻഡ് ഹാവ് എ ഹൗസ്, ദ മണി ഈസ് നോട്ട് ഇനഫ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ 2004 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതുപോലെ എന്റെ അമ്മാവനാണ് മിസ്റ്റർ ജോസ് അറിയാം. ഞങ്ങൾക്ക് ഇങ്ങനെ പലപ്പോഴും ഡിസ്കസ് ചെയ്തപ്പം ജോലി കേട്ട് ഒരു കാര്യമില്ല, കാനഡയിൽ എന്തെങ്കിലും ബിസിനസ് ടാക്സ് കൊടുത്ത് മൾട്ടിപ്പിൾ, അതായത് ഡബിൾ ടാക്സും ട്രിപ്പിൾ ടാക്സും കൊടുക്കുന്ന ആ ഒരു സിറ്റി. അങ്ങനെ പലപ്പോഴും പല സുഹൃത്തുക്കളോട് ചർച്ച ചെയ്ത്, അപ്പൊ അങ്ങനെ 2005 ഇപ്പം കാനഡയിലെ പല ബിസിനസ്സുകൾ, റെസ്റ്റോറന്റ്, ഗ്യാസ് സ്റ്റേഷൻ, അങ്ങനെ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് തപ്പി. ഇപ്പം പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം ഗ്യാസ് സ്റ്റേഷൻ ആണെന്ന് 3-4 മേജർ കമ്പനികളാണ്. മോണോപ്പൊളി അല്ല, ഒലിഗോപ്പൊളി അവിടെ 3-4. അപ്പം അങ്ങനെയാണ്. അപ്പൊ US നമുക്ക് സ്വന്തമായിട്ട് ഗ്യാസ് സ്റ്റേഷൻ മേടിക്കാം, സ്വന്തമായിട്ട് ലിക്കർ സ്റ്റോർ മേടിക്കാം US അമേരിക്കയിൽ. അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോം തുടങ്ങാം. അങ്ങനെയുള്ള കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ എന്ന് മനസ്സിലായി. അങ്ങനെ 2005 ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഫ്ലോറിഡയ്ക്ക് ഒരു 4 മാസം പോയി ഗ്യാസ് സ്റ്റേഷൻ മേടിക്കാൻ വേണ്ടി ആക്ച്വലി പോയതാണ്. ടാമ്പ അടുത്ത് അവിടെ പോയി 4 മാസം താമസിച്ച് ആക്ച്വലി അവിടെ പോയതാണ് എൻ്റെ ലൈഫിൽ ഒരു റിയലൈസേഷൻ വന്നതാണ്. അവിടെ ചെന്ന് കഴിച്ചപ്പോൾ ഞാൻ വേറൊരു ആസ്പെക്ട് ഓഫ് ലൈഫ് മനസ്സിലായി. കാരണം ബേസിക്കലി 2003-2004 ആ സമയങ്ങളിലൊക്കെ കാനഡയിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു 99.9% എംപ്ലോയ്മെന്റ് സെറ്റിൽ ആളുകളാണ്. ആരും ബിസിനസ്സിലോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ബിസിനസിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ആൾക്കാർ നമ്മളെ നെഗറ്റീവ് അടിച്ച് കൊല്ലുന്ന സമയമാണ്. കാരണം എല്ലാവരും അപ്പൊ ജോലി എല്ലാവരും ജസ്റ്റ് ജോലി അല്ല, പഠിക്കുക, അതാണ് ഒരു ഓപ്ഷൻ. അപ്പൊ എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഹംബർ കോളേജിൽ പോയി അങ്ങനെ പല കോളേജിൽ നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അത് എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ മടിയാന്നുള്ളൊരു പിന്നെ പലപ്പോഴും ഞാൻ പലരും പഠിത്തം കഴിഞ്ഞ് പിന്നെ ലേ ഓഫും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പഠിക്കുന്നത് നല്ലതൊരു ബിസിനസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഫ്ലോറിഡ ചെന്നപ്പോൾ എനിക്ക് ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ തന്നെ, ഈ സെയിം നമ്മുടെ മലയാളികൾ ഫ്ലോറിഡ ഉള്ളവരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. അവർ ജോലിയും കൂടുതലായിട്ട് ബിസിനസ്. അപ്പം പലരും ഗ്യാസ് സ്റ്റേഷന്, ലിക്കർ സ്റ്റോറുകൾ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റുകൾ, അങ്ങനെ പല പല ബിസിനസ്സുകൾ ഉള്ളവരെ മീറ്റ് ചെയ്തു. അപ്പോൾ അതൊരു എനിക്കൊരു കോൺഫിഡൻസ് തന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2005 ബിഫോർ ദ റെസഷൻ ആയിരുന്നു. അപ്പം പ്രൈസ് കൂടുതലായിരുന്നുണ്ട് US മേടിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഞാൻ തിരിച്ചു വന്ന് കാനഡ വന്നു. അപ്പം ആക്സിഡന്റലി ആണ് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ 2006 എത്തപ്പെട്ടു. ജോമച്ചേട്ടൻ വർക്ക് ചെയ്യുന്നത് പ്രോസ്പർ റിലേറ്റ് എന്ന് പറഞ്ഞൊരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ്. ആ കമ്പനി എന്തൊക്കെയാണ് അതിന്റെ സർവീസസ് ഒക്കെ? ഞങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫേമാണ്. മെയിൻലി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനും
ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് ആ കമ്പനിയിൽ തുടങ്ങി ഏത് വർഷമായിരുന്നു അവിടെ? 2006 ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ കമ്പനി അതിന്റെ പ്രസിഡന്റ് ആണ്. ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ആ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു വലിയൊരു ജേർണി ആയിരുന്നു. അപ്പൊ ചേട്ടൻ യൂസ് ചെന്നപ്പോ അവിടുത്തെ ഒത്തിരി പേരുടെ മലയാളികൾ ബിസിനസ് ചെയ്യുന്നത് കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക്? അത് ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റേഷൻ ബിസിനസ്, റെസ്റ്റോറന്റ് ബിസിനസ്, അങ്ങനെ ഇപ്പം ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ഒരിക്കലും ബിസിനസ് ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ആ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ജോയിൻ ചെയ്തത് ഫൈനാൻസ് എന്ന് പഠിക്കാൻ വേണ്ടി. കാരണം 6 വർഷത്തെ എന്റെ കാനഡയിലെ അധ്വാനം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അധികം സേവ് ചെയ്യാനൊന്നും സാധിച്ചില്ല. കാരണം പ്രത്യേക ഫാമിലി സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും അതുപോലെ എങ്ങനെ മണി മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഈ ഇൻഡസ്ട്രി വന്നപ്പോഴാണ്, ഈ ഓർഗനൈസേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ അഡ്വൈസിങ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, എങ്ങനെ ടാക്സ് വർക്ക് ചെയ്യുന്നു, എങ്ങനെ മോർഗേജ് വർക്ക് ചെയ്യുന്നു, എങ്ങനെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നു, അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് സേവിങ്സിനെ കുറിച്ചും. കാരണം എത്ര 2 കാര്യം ഞാൻ പഠിച്ച ജീവിതത്തിൽ. ഇപ്പം ഈ ഫിനാൻഷ്യൽ വന്ന പിന്നെ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞിട്ട് ഒന്ന് എത്ര പൈസ ഉണ്ടാക്കുന്നുള്ളതല്ല, എത്ര മെച്ചം പിടിക്കുന്ന കാര്യം. 2 എത്ര മെച്ചം പിടിക്കുന്ന മാത്രം കാര്യമില്ല, അതെങ്ങനെ ഗ്രോ ചെയ്യുന്നതിന് കാര്യം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 1000 ആളുകളുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ്സ്. അപ്പൊ അവരെല്ലാവരും വളരെ കാനഡ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോക്കസ്. ഓക്കെ, അപ്പൊ അതാണ് ചേട്ടന്റെ, ജോമോൻ ചേട്ടന്റെ എന്താ പറയുക, കാനഡയിലെ ഒരു ജേർണി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ ഒത്തിരി പേര് കാനഡയിലൊക്കെ വരുന്നുണ്ടല്ലോ അല്ലെ. ചേട്ടൻ അവരോട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ, ഇൻക്ലൂഡിങ് എന്നോട് ഉൾപ്പെടെ? ഓൾറെഡി സെറ്റ് ആയ ഒരാളാണ്. പക്ഷെ ബേസിക്കലി ഇപ്പൊ കാനഡയിലേക്ക് ആളുകൾ വരുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെച്ചാൽ കാനഡയിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ്. അതുപോലെ നമുക്ക് ഫ്രീഡം ഉണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇപ്പം പ്രത്യേകിച്ച് ഞാൻ 21 വയസ്സ് കഴിഞ്ഞപ്പോൾ എത്തിയ ആളാണ്. ഇപ്പം ഈ 17, 18, 20 വയസ്സുള്ള ഒത്തിരി ചെറുപ്പക്കാരിങ്ങ് വരുന്നത് എനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മൾ പലരും ആ 2000-2003 കാലഘട്ടത്തിലൊക്കെ 10-20 വർഷം മിഡിൽ ഈസ്റ്റിൽ പോയി ജോലി ചെയ്ത് നാട്ടിൽ വീടൊക്കെ പണിതച്ച് പിന്നെ ഒന്നേന്ന് കാനഡയിൽ വന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. കാനഡ 40 വയസ്സ് കഴിഞ്ഞ് ടീനേജ് മക്കളുമായിട്ട് തുടങ്ങുന്നവർക്ക് വലിയ പാടാ, അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഗുണം ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ പഠിത്തം കഴിഞ്ഞ് നേരെ കാനഡയ്ക്ക് വന്നുകൊണ്ട് ഐ കുഡ് മേക്ക് as many mistakes as I want. enough ടൈം ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ പലരും പറയുമല്ലോ, പണ്ട് ഞാൻ ഏതൊരു കാനഡയെ കുറിച്ച് എന്തൊരു വീഡിയോ ഇട്ടപ്പോ അതിന് താഴെ വന്ന ഒരു കമന്റ് ആണ്, പണ്ട് ഓരോരുത്തർ പറയുമല്ലോ ഗൾഫിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, ഇനി ഗൾഫിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഏകദേശം അതേപോലെയാണ് ഓരോരുത്തർ കാനഡയെ കുറിച്ച് പറയുന്നത്. അതിന് ചേട്ടൻ എന്താ അഭിപ്രായം? കാനഡയെ കുറിച്ച് കഴിഞ്ഞു, കാനഡ ഇനിയും ഒരു 50 വർഷം കൂടെ ഫ്യൂച്ചർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കാരണം കാനഡ ഒന്ന് ലാൻഡ് വലുതാണ്, ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോ വളരെ ഫ്രീഡം തരുന്ന മൾട്ടി കൾച്ചറൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം മറ്റു രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കാനഡ ആരുടെ അല്ല, എല്ലാവരുടെയാണ്. അപ്പം ആർക്കും ഞങ്ങളുടെയാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇമിഗ്രൻസിന്റെ കൺട്രി ആയതുകൊണ്ട് ഇമിഗ്രൻസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്, അതുപോലെ തന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ നമുക്ക് ഒത്തിരി ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ. അതുപോലെ മലയാളി കമ്മ്യൂണിറ്റി ഞാൻ വരുന്ന സമയത്ത് പ്രോബബ്ലി ഓൾ കാനഡയില് 25,000-30,000 മലയാളികളുള്ള സ്ഥലത്ത് ഇപ്പം എന്റെ ഒരു അസംഷൻ വെച്ച് ഒരു ക്ലോസ് ടു 500,000 മലയാളികൾ കാനഡയിൽ തന്നെ ഉണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 2030 ഒരു 1 മില്യന് മുകളിൽ, അല്ലെങ്കിൽ പഞ്ചാബ് പോപ്പുലേഷൻ അടുത്ത് നമ്മൾ എത്തിപ്പെടുന്നുള്ള എന്റെ ഒരു കണക്കോട്ടിലിരിക്കുന്നു. പിന്നെ ചേട്ടൻ ഒരു കിടിലൻ വണ്ടിയൊക്കെ വാങ്ങിച്ചത് ഞാൻ അറിഞ്ഞു. ജീവിതത്തിൽ ഒരു ആഗ്രഹങ്ങൾ കഴിഞ്ഞല്ലോ. 2 വർഷമായി. വണ്ടി റോൾസ് റോയ്സ് ആണ്, റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ്. വണ്ടി ഒന്ന് കാണിക്കണേ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചേട്ടന്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം. അതാ അങ്ങോട്ട് ഇതിന്റെ ബാക്ക്യാർഡാണ്, അങ്ങേ അറ്റം വരെ ഉണ്ട്. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലുപ്പമുണ്ടല്ലോ ഇത്. ചെറിയ പിക്നിക് നടത്താം. അതെ, അങ്ങേ അറ്റം വരെ ഉണ്ടല്ലേ? അങ്ങേറ്റം വരെ ഉണ്ട്. അത്രയും വരെ നിങ്ങളുടെയാണോ? അങ്ങേറ്റം പുല്ല് തീരുന്ന വരെ. ഓ, അടിപൊളി. ഓക്കെ, നമ്മുടെ ചെറിയ പച്ചക്കറിത്തോട്ടം ഉണ്ട്. ഇത് പച്ചക്കറിത്തോട്ടമാണ്. കഴിയാറായി, സമ്മർ തീർന്നല്ലോ. ഉണ്ട്. ഇപ്പുറത്ത് 2 മാനൊക്കെ ഉണ്ട്. ഈ മാനല്ല ആക്ച്വലി അല്ലത്, അത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫുള്ള് പച്ചക്കറിയായിരുന്നു. നമ്മുടെ പച്ചക്കറി പക്ഷെ വിളവെടുപ്പ് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇവിടെ ആപ്പിള് ഇത് കുറവല്ലേ? പോയാ കുറെ ഓൾമോസ്റ്റ് കഴിയാറായി ആപ്പിളിന്റെ. അപ്പൊ ഇതാണ് നമ്മുടെ ജോമോന്റെ വീട്. ഞങ്ങളിങ്ങനെ ചേട്ടന്റെ വീട്ടിലോട്ട് എത്തിയപ്പോഴേ ഒരുത്തി കാറിലിരുന്ന് പറയുവാ, ആഹാ ഇവിടെ 4 പാർക്കിങ്ങിലോട്ടുണ്ടല്ലോ എന്ന്. ബാഡ്മിന്റൺ കോർട്ട് കണ്ടിട്ട് പറയാം, 4 പാർക്കിങ്ങിലോട്ടുണ്ടല്ലോ. ആക്ച്വലി കോഴ്സ് പപ്പായ ഞാൻ ഉണ്ടാക്കിയതാണ്. പപ്പായ ഞാൻ പെയിന്റ് അടിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് കാരണം വെച്ചാൽ സമ്മർ കളിക്കാം. ഇവളെ ഞാൻ കാണിച്ചില്ല, അവളും ഉണ്ട്. അവളെ ദീപിക വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജോമോന്റെ റോൾസ് റോയ്സ് പുറത്തിറങ്ങിയിരിക്കുന്നു.
ഈ വണ്ടിയെ കുറിച്ച് പറയണേ, എനിക്ക് വണ്ടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളെ വണ്ടി ഒരു ആഗ്രഹമാണ് മേടിച്ചല്ലേ. അനീഷബിൾ ടെസ്ല ആയിരുന്നു. ടെസ്ല ഇപ്പം അത് കഴിഞ്ഞ് റോൾസ് റോയ്സ് മേടിച്ച. ഓ, ടെസ്ല ആയിരുന്നു. അപ്പൊ ഞാനടുത്ത് റോൾസ് റോയ്സ് വാങ്ങിക്കുന്നതാണ് പറയുന്നത്. അത് തന്നെ, തീർച്ചയായിട്ടും. 2018 ടെസ്ല മേടിച്ചു. അത് കഴിഞ്ഞാണ് 21 റോൾസ് റോയ്സ് എടുത്തത്. ഗോസ്റ്റ്. അടിപൊളി. എത്ര എടുത്തപ്പോ? ഇത് 500,000 എടുത്തേ. 500. ഈ വണ്ടി, ഈ റോൾസ് റോയ്സ് പണ്ട് ഇഷ്ടമായിരുന്നു. റോൾസ് റോയ്സ് പണ്ട് നമ്മുടെ ഡ്രീം വണ്ടിയാണല്ലോ. വണ്ടികൾ എനിക്ക് പ്രത്യേകിച്ച് എംബ്ലവും കാര്യങ്ങളും ഒരു റോയൽ വണ്ടിയായ ഒരു ആഗ്രഹം. പിന്നെ ഇപ്പം സാധിച്ചില്ലെങ്കിൽ പിന്നെ 70 വയസ്സായിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. അതെ, ശരിയാണ്. ഇത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോസ്പർ എന്നുള്ള കമ്പനിയുടെ. പിന്നെന്താ, എനിക്ക് വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. മെയിൻലി റൈഡാണ് മെയിനായിട്ട്. റൈഡ്, സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒന്ന് കയറിയിരുന്നു. തീർച്ചയായിട്ടും, പ്ലീസ് കം, പ്ലീസ് കയറിക്കോളൂ. അപ്പൊ ചെറിയ റൈഡ് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് റോൾസ് റോയ്സിൽ കയറിയത്. രാജകീയമായ വണ്ടിയാണല്ലോ. ചേട്ടന് ഇതല്ലാതെ വേറെ വണ്ടി? എനിക്ക് ഇതിൽ ടെസ്ല മോഡൽ എക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലെക്സസ് ഉണ്ട്. പിന്നെ ഒരു 2010 ഒരു മെഴ്സിഡീസ് മേടിച്ചായിരുന്നു. ഇപ്പോഴുണ്ട്. എല്ലാം ഗരാജ് കിടപ്പുണ്ട് ഇപ്പോൾ. വണ്ടികളുണ്ട്. ഇത് ടെസ്ലയെക്കാളും സൈലന്റ് ആണല്ലോ വണ്ടി. ഇലക്ട്രിക് അല്ല, പക്ഷെ 12 സിലിണ്ടർ ഉണ്ട്. 12 സിലിണ്ടർ വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ റോൾസ് റോയ്സ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു 12 സിലിണ്ടർ വണ്ടി അങ്ങനെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ അറിവിൽ 8 സിലിണ്ടർ ആണല്ലോ അറിഞ്ഞിരുന്നത്. 12 സിലിണ്ടർ എനിവേ 12 സിലിണ്ടർ സൗണ്ട് ഒന്നും പുറത്തേക്ക് അകത്തേക്ക് വരുന്നില്ല. ക്യാബിന് ഭയങ്കര സൈലന്റ് ആണ്. ഓൾമോസ്റ്റ് 600 ഹോഴ്സ് പവർ ഉണ്ട്. 2 സൈഡ് ഫാമുകൾ അവിടെ. നമ്മുടെ ഫാമാണ് 2 സൈഡ്. ഇതൊരു കൺട്രി സൈഡ് ഏരിയ ആണോ? ഇത് കൺട്രി സൈഡ് ആണ്. എന്നാൽ ടൗണിലേക്ക് 5 മിനിറ്റ് ഉള്ളതാണ്. ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ വന്ന് എടുത്തത്? ഇവിടെ നമ്മൾ അധികം ആളുകൾ, നെയ്ബേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഒഴുവൂർ എന്നുള്ള നാട്ടിൻപുറത്ത്. നാട്ടിൻപുറത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ജനിച്ചു വളർന്ന നമ്മള് പാടങ്ങളും മരമ്പോളും കൃഷിക്കാരൻ. ബേസിക്കലി ഞാൻ കൃഷിക്കാരനാണ്. പിന്നെ നമ്മള് ചെറുപ്പം മുതലേ രാവിലെ വടിക്കോള് റബ്ബർ വെട്ടും അല്ലെങ്കിൽ പശുവിനും ഒക്കെ ചെയ്തുകൊണ്ട് സ്കൂളിൽ പോകേണ്ടത് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് കൃഷിയോടും താല്പര്യമുള്ളത്. ഞാൻ തമ്പനിയിൽ കൃഷിക്കാരന്റെ റോൾസ് റോയ്സ് കൊടുത്തത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചല്ലേ. ഞാൻ ഒത്തിരി ആളായിട്ട് ജോമചേട്ടനെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. ഞങ്ങള് ഷിക്കാഗോയ്ക്ക് വടംവലിക്ക് പോയപ്പോഴാണ് കണ്ട. അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഒന്ന് കൂടണം, ഒന്ന് വീഡിയോ എടുക്കണം. പിന്നെ ഇപ്പഴാ സമയം കിട്ടും. ഞാൻ പണ്ടിട്ട് വടം വലിക്കത്തില്ലെന്നുള്ളൂ. ഞാൻ വലിയൊരു ഫാനാണ്. കോട്ടയംകാരല്ലേ. വടംവലി ടീമുകൾ, വടംവലി ഒരു നല്ലൊരു ഫണ്ണാണ്. വടംവലി ആ സ്പോർട്സിനെ കൂടുതലായിട്ട് ആ വടംവലി കാണാൻ വരുമ്പോൾ ഒരു സന്തോഷവും സ്നേഹവും ഒരു ആംബിയൻ, ഒരു ഫണ്ണുണ്ടല്ലോ. അതാണ്. അതുകൊണ്ടാണ് ഷിക്കാഗോയ്ക്ക് നമ്മൾ 8 മണിക്കൂർ വണ്ടി ഓടിച്ച് വടംവലി കാണാൻ വരുന്നത്. ഷിക്കാഗോയിൽ ഈ വണ്ടിയില്ല, റോൾസ് റോയ്സിലാണ് വന്നത്. അതാണ് ഞാൻ അവിടെ കണ്ടത്. പുതിയ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി യങ്സ്റ്റേഴ്സ് മലയാളികൾ വരുന്നവരോട് എനിക്ക് പറയാനത്രേ ഉള്ളൂ. അതായത് കാനഡ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം പല ഇത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒത്തിരി ഉള്ള രാജ്യമാണ്. അവരുടെ ഏത് ഫീൽഡായാലും കുഴപ്പമില്ല. ഇറ്റ്സ് ബെറ്റർ ടു ഡു സം ബിസിനസ്. കാരണം ടാക്സും കാര്യങ്ങളൊക്കെ ബിസിനസ്സുകാർക്ക് ഫേവറബിൾ ആയിട്ടാണ്. നിയമങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ സമ്മർ ക്യാമ്പ് പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങാം. ഉറപ്പായിട്ടും ചേട്ടാ. ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു. കാണാൻ. വെൽക്കം. കാണാൻ. താങ്ക് യു.